AI സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ റീപ്ലേസ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം ഇവയാണ്. ഒന്ന്, എഐക്ക് കോഡുകൾ എഴുതാൻ കഴിയും. പക്ഷേ ഒരു കംപ്ലീറ്റ് ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യാൻ എഐക്ക് സാധ്യമല്ല. മറ്റേത്, എഐക്ക് ബിസിനസ് ലോജിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ ആവശ്യമുണ്ട് ബിസിനസ് ലോജിക്ക് എഐക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. എന്തെങ്കിലും കാരണത്താൽ ഈ എഐ സിസ്റ്റം ക്രാഷ് ആവുകയാണെങ്കിൽ, കറന്റ്ലി ഇപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ അക്കൗണ്ടബിലിറ്റി ആണ്. ഇപ്പോൾ എഐയുടെ കാലത്ത് അങ്ങനെ ഒരു അക്കൗണ്ടബിൾ ആക്കി മാറ്റാൻ നമുക്ക് കഴിയില്ല. പല വലിയ കമ്പനികളുടെയും കോർ പ്രോഗ്രാമിങ്ങും കോർ ആപ്ലിക്കേഷൻസും ഇപ്പോഴും IBM മെയിൻ ഫ്രെയിം പോലെയുള്ള ലെഗസി സോഫ്റ്റ്വെയറുകളിലാണ്, ലെഗസി ആപ്ലിക്കേഷൻ പ്രോഗ്രാമിങ്ങളിലാണ്. അത് എഐക്ക് ഇപ്പോൾ മനസ്സിലാക്കിയിട്ട് പുതിയതിലേക്ക് മാറ്റുക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഞാനൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു IBM മെയിൻ ഫ്രെയിം എന്നുള്ള ഒരു കംപ്ലീറ്റ്ലി ചെയ്തിരുന്നത്, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പുതിയ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള ജാവ അല്ലെങ്കിൽ പൈത്തൺ പോലെയുള്ള പ്രോഗ്രാമിങ്ങിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്രയോ മാസങ്ങളോളം ഞങ്ങളതിൽ സ്പെൻഡ് ചെയ്തു. ഇപ്പോഴും എഐക്ക് അതിൽ കാര്യമായ ഒരു പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഐക്ക് പ്രൈവസി വളരെ കുറവാണ്. നമ്മുടെ പ്രോഗ്രാമിങ്, നമ്മുടെ ആപ്ലിക്കേഷൻസും ആരാണോ ആക്സസ് ചെയ്യുന്നത്, ആരാണോ അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ പ്രോബ്ലമാറ്റിക് ആണ്. ഒരു എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ ലെവലിൽ നോക്കുകയാണെങ്കിൽ അത് വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കമ്പനികൾ എഐയിലേക്ക് കംപ്ലീറ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രമേ പോവുകയുള്ളൂ. ഈ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എഐക്ക് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ടഫായിട്ടുള്ള ടാസ്ക്കാണ്.